Hey guys, welcome back to our channel. So welcome back to another movie review guys. ഏത് മൂഡ് പൊളി മൂഡ് ഏത് മൂഡ് പൊളി മൂഡ്. അതെ ഗൈസ്, അപ്പോൾ സാഹസം മൂവി അങ്ങനെ OTT ആയിട്ടുണ്ട്. ഞാൻ ആ മൂവി കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. റംസാനാണ് മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത്. റംസാൻ മാത്രമല്ല, ശബരീഷ് ഉണ്ട്, പിന്നെ ഹരി ശിവറാമുണ്ട്. ഇവർ മൂന്നുപേര് ഫ്രണ്ട്സായിട്ടാണ്. പിന്നെ ബാബു ആൻ്റണി ഉണ്ട്, നരൻ ഉണ്ട്, പിന്നെ നമ്മുടെ ബൈജു ചേട്ടനുണ്ട്. അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു പടമാണ്. റൈറ്റ് ചെയ്തേക്കുന്നതും ഡയറക്റ്റ് ചെയ്തേക്കുന്നതും ബിപിൻ കൃഷ്ണ എന്ന് പറയുന്ന ആളാണ്. റൈറ്റ് ചെയ്തേക്കുന്നതിനകത്താണെങ്കിൽ യദു കൃഷ്ണൻ എന്ന് പറയുന്ന ആൾ കൂടെ ചേർന്നിട്ടുണ്ട്. ഇതിപ്പോൾ OTT അവൈലബിൾ ആണ്. തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഒരു ആക്ഷൻ കോമഡി ഫിലിം എന്നുള്ള ജോണറിലാണ് പടം വന്നേക്കുന്നത്. അതുപോലെ ജീവയുണ്ട് ഇതിനകത്ത്, മറ്റേ ആങ്കർ ജീവ, പുള്ളിക്കാരനുണ്ട് ഇതിനകത്ത്. അപ്പോൾ എനിവേ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആക്ഷൻ കോമഡി എന്നുള്ള ജോണറിലാണ് ഒരു പടം കൊണ്ടുവന്നേക്കുന്നത്. പടം എനിക്കിഷ്ടപ്പെട്ട്. ചുമ്മാ നമുക്ക് കണ്ടിരിക്കാം. വേറെ വലിയ സാധനങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിച്ച് നിങ്ങൾ നോക്കുക വേണ്ട, അതൊന്നും ഇതിനകത്തില്ല. ബട്ട് ചുമ്മാ നിങ്ങൾക്ക് കണ്ടിരിക്കാം. പെർഫോമൻസ് വൈസ് ആണെങ്കിൽ പോലും എല്ലാവരും മലമറിക്കുന്ന പെർഫോമൻസും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ എങ്കിൽ പോലും അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ആ ഒരു ക്യാരക്ടറിനകത്ത് അവർക്ക് എന്തൊക്കെ ചെയ്യുക അതൊക്കെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് റംസാൻ്റെ പെർഫോമൻസിനകത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുറേ ഇടത്തൊക്കെ പാളിപ്പോകേണ്ട അല്ലെങ്കിൽ കുറേ ഇടത്തൊക്കെ ഒരു ഫണ്ണായിട്ട് പോകേണ്ട കാര്യങ്ങൾ പുള്ളി അത് ഹാൻഡിൽ ചെയ്ത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓവറായിട്ട് മലമറിച്ച് സാധനങ്ങൾ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് എങ്കിൽ പോലും പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഹരി ശിവരാമ കൂട്ടുകാരനായിട്ടുള്ള പപ്പൻ എന്ന് പറയുന്ന റോളാണ് ചെയ്തേക്കുന്നത്. അതും കുഴപ്പമില്ല. ശബരീഷ് ഇതിനകത്തൊരു കോഴി, ഒരു ഫ്ലോട്ടിങ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. കൊള്ളാൻ രസമുണ്ട്, ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക. പിന്നെ ഇതിനകത്ത് റംസാൻ്റെ പേരായിട്ട് വരുന്നത് ഗൗരി കൃഷ്ണൻ, മറ്റേ 96-നകത്തെ പുള്ളിക്കാരത്തി. ആ പുള്ളിക്കാരത്തിയാണ് ഇതിനകത്ത് വരുന്നത്. ഇവർ രണ്ടുപേരും കാമുകന്മാരാണ്, പ്രേമിക്കുന്നു. ബട്ട് അവരുടെ പ്രേമം നമുക്ക് ഫീൽ ആവുന്നില്ല. സംഭവം ഇത്രേ ഉള്ളൂ ഗൈസ്. അവിടെ കല്യാണം, ഇവിടുന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വരാനുള്ള ഒരു സാഹസം, പിന്നെ അത് വേറെ കുറേ പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് സ്റ്റോറി മൊത്തം പറയാത്തത്. ബട്ട് എങ്കിൽ പോലും എല്ലാവരും കണ്ടതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രകടനങ്ങൾ ചേർന്ന് പോകുന്ന ഒരു പ്രേമകഥ. എനിക്കിതിനകത്ത് കുറച്ചെങ്കിലും ഈ പ്രേമം കുറച്ചെങ്കിലുമൊക്കെ വർക്കായത് ബാബു ആൻ്റണിയുടെയും പിന്നെ മറ്റേ ടെസ ജോസഫ്, അതായത് നമ്മുടെ പട്ടാളം മൂവിക്കകത്ത്, മറ്റേ മമ്മൂക്കയുടെ പട്ടാളം മൂവിയിൽ അതിനകത്ത് അഭിനയിച്ച പുള്ളിക്കാരത്തി ഇതിനകത്തുണ്ട്, ടെസ ജോസഫ്. സോ പുള്ളിക്കാരത്തിയും ബാബു ആൻ്റണിയും തമ്മിലുള്ള ഒരു എന്താ പറയുക, ഒരു പ്രേമം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതാണ് എനിക്ക് കുറച്ചും കൂടെ എങ്കിലുമൊക്കെ വർക്കായത്. എനിക്ക് അവരുടെ ആ ഒരു ലവ് ട്രാക്കിലോട്ടുള്ള ആ ഒരു ജേണിയും പിന്നെ അതിന് ശേഷമുള്ള ഒരു ട്രാജഡിയും കാര്യങ്ങളും എനിക്ക് അതൊക്കെ കുറച്ച് വർക്കായിട്ടുള്ള. പിന്നെ ബൈജു ചേട്ടനാണെന്നുണ്ടെങ്കിൽ വലിയ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന രീതിയിലുള്ള റോളും കാര്യങ്ങളൊന്നും അല്ല. ബട്ട് എങ്കിൽ പോലും കൊള്ളാൻ രസമുണ്ട് കണ്ടിരിക്കാൻ. നരൻ ഇതിനകത്തൊരു പോലീസുകാരനായിട്ടാണ്. പുള്ളി ഒരു സ്പൂഫ് ക്യാരക്ടറൈസേഷൻ ആണെന്ന് തോന്നുന്നു. ഒക്കെ പുള്ളി തന്നെ ചെയ്തിട്ടുള്ള പല റോളുകളും കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു സ്പൂഫ് രീതിയിൽ പെർഫോം ചെയ്തതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കുറച്ചെങ്കിലും, അതായത് ഒരു സൈഡോരമായി പോകേണ്ട പല സീനുകളെയും പുൾ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ മൂവിയെ കുറച്ചെങ്കിലും ഒന്ന് അപ്പാക്കി കൊണ്ടുവന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ബിപിൻ അശോക് നല്ല വൃത്തിക്കായിട്ട് പുള്ളി അതിനൊക്കെ ഹെൽപ്പ് ചെയ്ത് ആ മൂവിയെ കുറച്ചെങ്കിലും ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ജീവയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കിട്ടിയ ആ ഒരു നെഗറ്റീവ് കാര്യങ്ങൾ, പുള്ളിയുടെ ആ ഒരു മാനറിസം ഒക്കെ നല്ല നൈസായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള രീതിക്ക് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. ഒരു വൺ ടൈം സാധനമാണ്. ചുമ്മാ നമുക്ക് പിന്നെ കുറച്ച് സമയം നമുക്ക് കളയാനുണ്ടെന്നുണ്ടെങ്കിൽ ബോറടിക്കില്ല, ചുമ്മാ കണ്ടിരിക്കാം. അല്ല, സ്റ്റാർട്ടിങ് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൽ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് തന്നെ. അതായത് എങ്ങനെ ഇവരിവിടെ എത്തി എന്നുള്ളത് ഇങ്ങനെ കാണിക്കത്തക്ക രീതിക്കാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. OTT പ്ലാറ്റ്ഫോമുകളിൽ പടം അവൈലബിൾ ആണ്. സോ അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സോ ഗൈസ്, അപ്പോൾ അതാണ് സാഹസം മൂവി. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.